ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമുക്കിന്ന് പഴയ ഓർണമെൻറ്റ്സ് എങ്ങനെ പുതിയതുപോലെ ആക്കാമെന്ന് നോക്കാം. അത് പുതിയതുപോലെ ആക്കണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ജസ്റ്റ് ചെറിയൊരു പൊടിക്കൈ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതൊരു ഹോംലി ടിപ്പ് പോലെ പറ്റുന്നതാണ്. അതിനുവേണ്ടി ബേക്കിംഗ് സോഡയാണ് ഞാൻ എടുത്തുള്ളത്. ബേക്കിംഗ് സോഡ നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളം ഒന്ന് തിളയ്ക്കണം. ഓർണമെൻറ്റ്സ് ഇട്ടിട്ട് ജസ്റ്റ് ഒരു തിള വരാം. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് ഡിഷ് വാഷ് വെച്ച് ബ്രഷ് എടുത്ത് അത് ബ്രഷ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നൈലോൺ ബ്രഷ് പോലെ ആയിരിക്കണം. അത് കുഞ്ഞു കുട്ടികളുടെ ബ്രഷോ അല്ലെങ്കിൽ നല്ല നൈലോൺ പോലത്തെ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിഷ് വാഷോ ഹാൻഡ് വാഷോ എടുത്ത് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡൊക്കെ നല്ല പുതിയതുപോലെ ഷൈൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഇത് പഴയ ചെയിനിലൊക്കെ നല്ലോണം അഴുക്കുണ്ട്. നമുക്ക് ആരെ കണ്ടാലും തന്നെ അറിയാം, നല്ലോണം അഴുക്കുണ്ട്. അല്ല ഇതൊരു പാദസര അതുമൂലം നല്ലോണം അഴുക്കുണ്ട്. പിന്നെ കമ്മൽ ഇതൊക്കെ നല്ല അഴുക്കുള്ളതാണ്. അത് നമുക്ക് എങ്ങനെ കളയണത് എന്ന് നോക്കാം. നല്ലോണം നല്ല ക്ലിയർ നല്ല ഷൈനിങ്ങോട് കൂടി ഗോൾഡ് ആഭരണങ്ങൾ എങ്ങനെ കഴുകിയെടുക്കുക എന്നാണ് നോക്കണത്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ച് ഒരു തള വരണ വരെ അടുപ്പത്ത് വയ്ക്കണം. അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ അതിടണം. ബേക്കിംഗ് സോഡ ഇട്ട് എല്ലാ അഴുക്കും പോയി നല്ല വൃത്തിയാവും ചെയ്യും. കഴുത്തിൽ വല്ല ചൊറിച്ചിലോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറിപ്പോക്കോളും. ഇത് നല്ലോണം ഒന്ന് ചൂടായിട്ട് ഇങ്ങനെ വരണം. അഴുക്കും അണുക്കളൊക്കെ പോവാൻ എല്ലാവരും ഉപയോഗിക്കുന്നത് തന്നെയാണ്. എല്ലാത്തിനും ഭക്ഷണത്തിലിടണ ബേക്കിംഗ് സോഡയാണ് ഈ ഉദ്ദേശിക്കുന്നത്. കേക്ക് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡ. നല്ല ചൂടുവെള്ളത്തിലാവുമ്പോൾ നല്ലോണം പ്രവർത്തിക്കും. പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോയി നല്ല വൃത്തിയാവും. നല്ലോണം ഇത് വരുമ്പോൾ നമുക്ക് ചെയ്യും. നല്ല വിളക്കുള്ള ഇതിങ്ങനെ ഒട്ടിച്ചതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇടണ്ട. ഇതിലൊരു കല്ലുണ്ട്, ഇത് നമുക്ക് അവസാനം നേരത്തെ ഇടാം. കമ്മലിൽ ചെയ്യാനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇടാം. പിന്നെ അതുപോലെ പാദസരം ഒരു തള വരണ വരെ ഇങ്ങനെ ഇടണം. അത് കഴിഞ്ഞിട്ട് ഒരു തള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 15 മിനിറ്റ് ഓഫ് ചെയ്ത് ഇടണം. അപ്പോൾ ആ ചൂട്ടിൽ തന്നെ ഈ അഴുക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി പൊക്കോളും. പിന്നെ നമുക്ക് സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡിഷ് വാഷില്ലേ, വിമ്മിൻ്റെയോ അത് ഏതിൻ്റെയോ വെച്ചാൽ അതൊരു കുറച്ചെടുത്ത് നമുക്ക് ബ്രഷ് കൊണ്ട് കുറച്ച് കഴുകാം. ഇതിപ്പോൾ കല്ലുണ്ടെങ്കിൽ നമ്മൾ ഒട്ടിക്കലാണെച്ചാൽ നമ്മൾ ഇടരുത്. ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂട്ടത്ത് കിടന്ന് വിടും. ഇത് ഒട്ടിച്ചതല്ല, കുറച്ച് കഴിഞ്ഞിട്ടൊന്നും ഇടാനാണ്. ഗോൾഡൊക്കെ കഴുകി കഴിഞ്ഞാൽ നല്ല ഷൈനിങ് ആയിട്ടിരിക്കും. നമുക്ക് നല്ലോണം അത് പെട്ടെന്ന് തന്നെ അത് അറിയാൻ പറ്റും. കഴുകുമ്പോൾ അഴുക്കൊക്കെ പോയി നല്ല വൃത്തിക്ക്. നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ കമ്മലും കൂടി ഇടാൻ ചൂടാറിയിട്ട് വേണം ഇടാൻ. ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് അപ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ ഇളകിക്കോളും. എന്നിട്ട് നമുക്ക് ഒരു പഴയ ബ്രഷ് എടുത്ത് നൈലോൺ പോലത്തെ ബ്രഷ് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഒരു സ്പൂൺ ഡിഷ് വാഷ് എടുക്കാം, അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ആയാലും കുഴപ്പമില്ല. നമുക്ക് എടുത്ത് ഓരോന്നായിട്ട് കഴുകാം. ഇത് കമ്മലെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഡിഷ് വാഷ് എടുത്തിട്ട് നല്ലോണം എടുക്കുക. ഹാൻഡ് വാഷ് ആയാലും കുഴപ്പമില്ല, അത് എടുത്തിട്ട് നല്ലോണം ഒന്നിങ്ങനെ ഉരച്ച് കഴുകാം. ഇതിലത്തെ അഴുക്കൊക്കെ ഇളകി നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കും. ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഉരച്ച് ബ്രഷ് കൊണ്ട് തന്നെ ഒന്നിങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ലോണം വെളുക്കും. നല്ല അഴുക്കൊക്കെ പോയി നല്ല വൃത്തിയാവും. അത് നമുക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഇടയ്ക്ക് ഒരു മാസത്തിലൊരിക്കൽ ഒരു 15 ദിവസം കൂടുമ്പോഴോ എല്ലാ ആഭരണങ്ങളും എടുത്ത് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം നല്ല പോളിഷ് ചെയ്ത പോലെ തന്നെ ഇരിക്കും, പുതിയതുപോലെ തന്നെ ഇരിക്കും. ചെയ്യാനിലൊക്കെ പെട്ടെന്ന് അഴുക്കിരിക്കുകയും ചെയ്യും. നമ്മുടെ കഴുത്തൊക്കെ ചൊറിയും ചെയ്യും അഴുക്കിരുന്ന. നല്ല സോഫ്റ്റ് ബ്രഷായിരിക്കണം. കണ്ടില്ലേ, അഴുക്കൊക്കെ ഇങ്ങനെ വീഴണ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും.
ഭാഗത്തും ചെയ്യേണ്ട ഒരേ ഭാഗം എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് കഴുകാം. കണ്ടില്ലേ, ബ്രഷ് ചെയ്യുന്ന തന്നെ ഇങ്ങനെ അഴുക്ക് വരിക. ബേക്കിംഗ് സോഡയും പിന്നെ ഡിഷ് വാഷും കൂടി ആകുമ്പോൾ നമ്മുടെ ചെയിനിലത്തെ അഴുക്കൊക്കെ പോയി നല്ല ഷൈനിങ് വരും ചെയ്യും. നമുക്ക് എന്നിട്ട് എല്ലാതും ഇങ്ങനെ ഉരച്ചതിന് ശേഷം നമുക്ക് ഒക്കെ ഇങ്ങനെ വെള്ളത്തിൽ കഴുകിയെടുക്കാം. ചെയിനത്തിൻ്റെ ഒരേ ഭാഗമായിട്ട് ഇങ്ങനെ ഉരയ്ക്കണം. ഇപ്പോഴെല്ലാ ഭാഗം എത്തുള്ളൂ. ഈ ചെയ്യത്തുമ്പോൾ കണ്ടിങ്ങനെ അഴുക്കൊക്കെ ഇരിക്കണ ഒരു പണിയാണ് ഇതിന്. ഇതിൻ്റെ ഇടയിലൊക്കെ അഴുക്ക് കയറി ഇരിക്കണ സൈസാണ് പണി. ശേഷം പിന്നെ സ്ഥലത്തുമൊക്കെ നല്ലോണം അഴുക്കിരിക്കും. അത് ഇടയ്ക്ക് ഊരി കഴുകിയ നല്ലതാണ്. നല്ല ഫിനിഷിങ്ങോട് കൂടി ഇരിക്കും. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പോളിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് ഗോൾഡ് ഇരിക്കും. ചെറിയ ചൂടുണ്ട് വെള്ളത്തിന്, അത് ഇങ്ങനെ കൈകൊണ്ട് ബ്രഷ് കൊണ്ടാവുമ്പോൾ ഇങ്ങനെ എല്ലാ ഏപ്പിലും ചെന്ന് ഗോൾഡ് നല്ല ഷൈനിങ് വരും. ബേക്കിംഗ് സോഡ അത് അഴുക്കൊക്കെ കളയാൻ നല്ലൊരു ഇതാണ്, നല്ലൊരു ഏജൻറ്റാണ്. ഗോൾഡിനാണെന്ന് ഒരു കംപ്ലൈൻറ്റ് വരില്ല. അത്ര മൈൽഡ് വാഷിംഗ് ഏജൻറ്റാണ് ബേക്കിംഗ് സോഡ. നമുക്ക് വെള്ളത്തിൽ കഴുകിയെടുക്കാം. പൈപ്പ് വെള്ളത്തിൽ കഴുകുന്നത് അത്ര സേഫ് അല്ല. അപ്പോൾ നമുക്ക് വാഷിംഗ് ബേസിനിലൊക്കെ കഴുകിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എങ്ങാനും ഊരിപ്പോയി കഴിഞ്ഞാൽ അത് പോകും. അപ്പോൾ പിന്നെ നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് കഴുകണം നല്ലത്. ഒരു 3-4 വട്ടം ഒന്ന് കഴുകണം. ഒന്നും കൂടി ഒരു വെള്ളം എടുത്തിട്ട് കഴുകുക. അപ്പോൾ അതിന് കഴുകും തോറും ഇതിൻ്റെ അഴുക്കൊക്കെ പോയി ഗ്ലേസിങ് വരും. നമുക്ക് ഒന്നും കൂടി ഒന്ന് നല്ലോണം ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കാം. 2-3 പ്രാവശ്യം വെള്ളം മാറ്റി മാറ്റി കഴുകണം. അപ്പോൾ പിന്നെ പൈപ്പിൻ്റെ അടിയിൽ വെക്കാണ്ട് തന്നെ നമുക്ക് പറ്റും. ആദ്യത്തെ ചെയ്യണമെന്നല്ല, ഇപ്പം കണ്ടില്ലേ നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് തന്നെ നല്ലോണം വെളുത്തുണ്ട്. നല്ല ഗ്ലേസിങ്ങും വന്നിട്ടുണ്ട്. ഗോൾഡൊക്കെ ഇങ്ങനെ കഴുകണം നല്ലത്. ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുക്കാം. കഴുകി ഇതൊക്കെ നല്ലോണം വെള്ളം ഒപ്പി അല്ലെങ്കിൽ ഒരു വെള്ള ടവലില്ല അങ്ങാനും തുടച്ചെടുക്കാം. അപ്പം നമുക്ക് ചെയ്യാൻ നല്ല ഗ്ലേസിങ് ആയിട്ട് കാണാം. കണ്ടില്ലേ? നല്ല ഗ്ലേസിങ് ആയിട്ട് അതുപോലെ എല്ലാതും തുടച്ചെടുക്കും. എല്ലാ വെള്ളം മാറ്റും. ഗോൾഡിനൊരു പ്രശ്നമില്ല, കണ്ട ഒന്നിനൊരു പ്രശ്നമില്ല. നല്ല ഷൈനിങ് വരും ചെയ്യും.
ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.